നമസ്കാരം. പെർഫെക്റ്റ് ഫാമിലി ഡേ ആണ് ഇന്ന് കേട്ടോ. അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ പലർക്കും പല ചിന്തകളാവും അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്ന ഒരിടം. സ്നേഹം, കുറേ ചിരി നിമിഷങ്ങൾ, ഓർമ്മകൾ എല്ലാം അല്ലേ? അപ്പോൾ നമ്മൾ ഒത്തുകൂടുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫാമിലി എന്ന് പറയാം, കുടുംബം എന്ന് പറയാം അല്ലേ? പക്ഷെ പല കുടുംബങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് പെർഫെക്റ്റ് ഫാമിലി ഡേ ആണ്. ഈ ഡേയ്സിൽ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഇത്തരം ഡേയ്സ് എന്തിനാണുള്ളത്? എന്നൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലികളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് റീതിങ്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പെർഫെക്റ്റ് ഫാമിലി എന്ന് പറഞ്ഞുണ്ടോ? ആക്ച്വലി സ്പീക്കിംഗ് പെർഫെക്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നൊന്നുമില്ല എന്ന് തന്നെ പറയാമല്ലോ. പല ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പുറമെന്ന് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ പെർഫെക്റ്റ് ഫാമിലി ഡേയിൽ നമ്മൾ നോക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് മാത്രമല്ല, എങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആക്കാം എന്ന് കൂടിയാണ്. അതായത് ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു 5 ആക്ടിവിറ്റീസ് ഞാൻ പറയാം. ഈ ഡേയ്സിൽ ഇത്തരം പെർഫെക്റ്റ് ഫാമിലി ഡേ, ഇൻ്റർനാഷണൽ ഫാമിലി ഡേ സെലിബ്രേഷൻ അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഫാമിലി ബോണ്ടിങ് എങ്ങനെയാണെന്നും, പിന്നെ ഇപ്പോഴത്തെ ഫാമിലികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഇനി ഈ ഫാമിലി ഡേയിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാം ഔട്ട്ഡോർ യാത്രകൾ പോവാം. അതായത് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിക്കാം കേട്ടോ. അമ്മയ്ക്കും കൂടാം, അമ്മമാർക്കും ഫുട്ബോളൊക്കെ കളിക്കാൻ കൂടാം കേട്ടോ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഫാമിലിയിലത്തെ ആണുങ്ങൾ മാത്രം, ബോയ്സ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ടൈമുള്ളൂ. ഫുട്ബോളൊക്കെ കളിക്കാം. സിമ്പിളായിട്ടുള്ള ഔട്ട്ഡോർ ഗെയിംസ് പ്ലേ ചെയ്യാം. പിക്നിക് അറ്റ് ഹോം. നമുക്ക് ഇപ്പോൾ പിക്നിക്കിന് പുറത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ പിക്നിക്. അതായത് ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ബാക്ക് യാർഡ് ഉണ്ടെങ്കിൽ ഒരു ലോക്കൽ ഗ്രീൻ സ്പേസ് ഒക്കെ കണ്ടുപിടിച്ച് സാൻഡ്വിച്ചൊക്കെ പാക്ക് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ പോയിരുന്ന് ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. ഇനി അതുമില്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു DIY ഒരു മാറ്റൊക്കെ വെച്ച്, അതായത് നമ്മളൊരു പിക്നിക്കിന് പോവാന്ന് ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഫിലിമൊക്കെ കാണാം. ക്രിയേറ്റീവ് ക്രാഫ്റ്റ് സെഷൻ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേപ്പറും കളേഴ്സും ഗ്ലൂവും റീസൈക്കിൾഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ക്രിയേറ്റീവായിട്ട് ഒരു ക്രാഫ്റ്റ് സെഷൻ, നല്ല രസമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. പണ്ട് കേട്ടോ നമ്മുടെ അമ്മാമ്മമാരും അച്ചാച്ചന്മാരൊക്കെ ചെയ്തിരുന്നു. കുട്ടികളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പമ്പരം ഉണ്ടാക്കി കൊടുക്കും. ഓലപ്പീപ്പി, പമ്പരം, ആ, ഓല കൊണ്ട് ബോള്, അങ്ങനെയൊക്കെ. എൻ്റെ അമ്മാമ്മയൊക്കെ സ്ഥിരം ക്രാഫ്റ്റ് വർക്കിൻ്റെ ആളാണ്. നമ്മളെല്ലാവരും ഫാമിലി ഒത്തുകൂടുമ്പോൾ അമ്മമ്മയുടെ കയ്യിലൊരു വയറുണ്ടാവും, അല്ലെങ്കിൽ ക്രോഷ്യ ഉണ്ടാവും, നൂലുണ്ടാവും. അത്രമാത്രം ഫാമിലിനെ ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാൻഡ് മദർ എൻ്റെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മമ്മ മാത്രമാണ് ഞാൻ കണ്ടേക്കണത് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരു അമ്മൂമ്മ ഫാമിലിനെ മൊത്തം ഒരുമിച്ച് നടത്തുന്നത്? ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. യു ആർ ബ്ലെസ്ഡ്. ഇനി ഫാമിലി ഗെയിം ഓർ മൂവി നൈറ്റ്. ഫാമിലി ഗെയിംസ്, അതായത് ബോർഡ് ഗെയിംസ് കളിക്കാം. റീസെൻ്റ്ലി ഞാൻ ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ലൂഡോ കളിക്കാറുണ്ട്. ലൂഡോ, അപ്പോൾ ലൂഡോ, അതുപോലെ ക്യാരംസ്, അങ്ങനെ അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏത് ബോർഡ് ഗെയിംസ് ആണോ അത് യൂസ് ചെയ്യാം. ഈ ഫാമിലിനെ കൊണ്ട് ഒരു കൈൻഡ്നസ് പ്രോജക്റ്റ്, അതായത് സാധാരണ ലേബേഴ്സിന് ഫുഡ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കൈൻഡ്നസ് പ്രോജക്റ്റ്, വെള്ളം കൊടുക്കാനോ, അങ്ങനെ നമുക്ക് ഫാമിലീനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് പെർഫെക്റ്റ് ഫാമിലി ഡേ ഉണ്ടായത്? പെർഫെക്റ്റ് ഫാമിലി ഡേ തുടങ്ങിയത് 1999-ലാണ്. അതായത് ആൾക്കാരെ എൻകറേജ് ചെയ്യിക്കാൻ ടു സ്ലോ ഡൗൺ ആൻഡ് ഫോക്കസ് ഓൺ ദിയർ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ്. ഇതൊരു ആൾ മാത്രമല്ല സ്റ്റാർട്ട് ചെയ്തത്, കുറേ ഫാമിലി സെൻറ്റഡ് ഗ്രൂപ്പ്സാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഫാമിലി ഡേ ഉള്ളത് തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ഓർക്കാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ഡേ ആണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോണത് ഇപ്പോൾ എങ്ങനെ ഈ ഡേ സ്പെൻഡ് ചെയ്യാം എന്നല്ലേ, ഫാമിലി ബോണ്ടിങ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. പെർഫെക്റ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, കുട്ടികൾ, അത് മാത്രമല്ല എക്സ്റ്റെൻഡഡ് ഫാമിലിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവാം, അതുപോലെ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സ്, കസിൻ ബ്രദേഴ്സ്, അങ്കിൾസ്, ആൻറ്റീസ്, അങ്ങനെ. ഇപ്പോൾ കൂട്ടുകുടുംബം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ന്യൂക്ലിയർ ഫാമിലീസിലായാലും നമ്മൾക്ക് ഗ്യാതറിങ്സ് ഉണ്ടാവും അല്ലേ, ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടാവും. അത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ നന്നായിട്ട് സ്നേഹത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും പെരുമാറാൻ ശ്രമിക്കാം. പലപ്പോഴും ഫാമിലി ഗ്യാതറിങ്ങിൽ കണ്ടുവന്നേക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും അതുപോലെ പാസ്റ്റ് ഫാമിലി ട്രോമാസ് ഷെയർ ചെയ്യാനും ഒക്കെയാണ്.
എന്തിനാണ് നമ്മൾ ഫാമിലി ഗ്യാതറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് ആൻഡ് ടുഗെദർനെസ് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് പണ്ടത്തെ ഫാമിലി ട്രോമാസ് കൊണ്ടുവന്ന് പണ്ടത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് കുളമാക്കണ്ട. പകരം കൂടുതൽ നല്ല നല്ല ഫാമിലി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നല്ല ഗെയിംസ് കളിക്കുക, അല്ലെങ്കിൽ മൂവി ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുക, പോപ്കോൺസ്, അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻജോയ് ചെയ്യാനുള്ള ഗെയിംസ് കൊണ്ടുവരാം. ഇഷ്ടംപോലെ ഗെയിംസ് നമ്മൾ തപ്പിയാൽ തന്നെ കിട്ടും. അപ്പോൾ ഫാമിലി മൊമെൻറ്റ്സ് അങ്ങനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഫാമിലി ബോണ്ടിങ് എന്ന് പറയുമ്പോൾ, ഫാമിലി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കൊണ്ട് മാത്രം, അതായത് നമ്മൾ ഈ ഫൾക്രം എന്ന് പറയില്ലേ, അതിലിങ്ങനെ തിരിയണ പോലെ മദർ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഫാമിലി ബോണ്ടിങ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ ഈച്ച് ആൻഡ് എവറി മെമ്പർ ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിയർ റിലേഷൻഷിപ്പ് ആൻഡ് ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട്. അവരുടെ ഓരോരുത്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ഒരു ഫൾക്രം ഉണ്ടാവും, ഒരു അച്ചുതണ്ട് ഉണ്ടാവും, ഒരു തിരിയാനായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കാം മദർ എന്നുള്ളത്. പക്ഷെ മദറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു ഫാമിലി ബോണ്ടിങ്, ടുഗെദർനെസ് കീപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഷുഡ് ബി സ്പ്രെഡഡ് ടു ഈച്ച് ആൻഡ് എവറി ഫാമിലി മെമ്പർ. ഒരു ഫാമിലിയിൽ ഗ്രാൻഡ് മദർ ഉണ്ടെന്ന് വെച്ചോ, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, അതുപോലെ തന്നെ അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, എല്ലാവരും നിറഞ്ഞതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി ആവട്ടെ, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലീസിലാവട്ടെ. പക്ഷേ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരമ്മ എല്ലാം പിടിച്ച് നിർത്തും എന്നുള്ള ഒരു ഇതും. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പുസ്തകം വായിച്ചു, വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നൊരു പുസ്തകം. അപ്പോൾ അതിൽ ഇത് പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്, ഒരു വീട്ടമ്മയാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ഫാമിലീനെ ബോണ്ടിങ്ങിൽ നിർത്തേണ്ടതെന്ന്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് കോൺസെപ്റ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് നോട്ട് വൺ പേഴ്സൺസ് റെസ്പോൺസിബിലിറ്റി, ദിസ് ഈസ് എവ്രി വൺസ് റെസ്പോൺസിബിലിറ്റി. മക്കളാവട്ടെ, പാരൻസ് ആവട്ടെ, നമ്മളുടെ പാരൻസും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മുടെ പാരൻസിനും നമ്മുടെ ഫാമിലീനെ ബോണ്ടിങ്ങിൽ നിർത്താനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഉണ്ട്, ഗ്രാൻഡ് പാരൻസിനും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നറിയോ, ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് ഫാമിലിയിൽ അല്ലേ. ഇന്നാൾ ഇന്ന റോൾ ചെയ്യണമെന്ന് അസൈൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ദർ ഇസ് എ റോൾ. പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കാം. ഇപ്പം ഗ്രാൻഡ് പാരൻസിന് പണ്ടത്തെ പോലെ ഒരു ലവ് ആൻഡ് എഫെക്ഷൻ കാണുന്നില്ല പല ഗ്രാൻഡ് പാരൻസിനും. സോ വാട്ട് വി ഹാവ് ടു ഡു, നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ മാറ്റാൻ പറ്റില്ല എന്ന് എപ്പോഴും പറയും. അതായത് അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ വെരി എൽഡർ പീപ്പിൾ എന്ന് പറയുന്നു, കേൾക്കാറുണ്ട്. പക്ഷേ അവരും മനസ്സിലാക്കണം, നമ്മളൊരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ നമ്മളോട് അഫെക്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ലാക്കിങ് ഫ്രം അവർ സെൽഫ്സ് ടു. അപ്പം നമ്മളും അവർക്ക് എന്ത് കൊടുക്കുന്നു, നമ്മൾ അവർക്ക് സ്നേഹം കൊടുത്താൽ തിരിച്ച് സ്നേഹം കിട്ടും. നമ്മൾ വാത്സല്യം കൊടുത്താൽ അവരും വാത്സല്യത്തോടു കൂടി പെരുമാറും. നമ്മൾ ദേഷ്യവും ഹേറ്റ്രഡും അരഗൻസാണ് അവർക്ക് ഷെയർ ചെയ്യണമെന്ന് അവരും അതുപോലെ പെരുമാറും. എന്നിട്ട് പിന്നെ നമ്മൾ പറയാണ് അവർ നമ്മളോട് നന്നായി പെരുമാറില്ല എന്ന് പറഞ്ഞാൽ അത് നടപടിയാവുന്ന കാര്യമല്ല. സോ ലവ്, ഗിവ് ലവ്, ടേക്ക് ലവ്, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. Okay, give light perfectionism to everyone, then you will get same thing back. ഇത് ലോ ഓഫ് കർമ്മ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. ഫ്രണ്ട്ഷിപ്പിലായാലും ഫാമിലിയിലായാലും അതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് വിചാരിച്ച് നമ്മൾ ഒരാൾ ഇങ്ങനെയാ അങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ദിസ് ഇസ് സംതിങ്, ഇഫ് യു വാണ്ട് യു ഹാവ് ടു ഗിവ് ദാറ്റ്. നമുക്ക് സ്നേഹമാണ് വേണ്ടത്, നമ്മൾ സ്നേഹം കൊടുക്കുക. ചില ഫാമിലീസിലുണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് പറയും അവളൊന്നും ചെയ്യണില്ല, അവനൊന്നും ചെയ്യണില്ല. സോ വെൻ യു റിയലൈസ് ദാറ്റ് യു ഹാവ് ലാക്കിങ് സംതിങ്, നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പേരക്കുട്ടികൾ നമ്മളോട് നന്നായി വർത്താനം പറയുന്നില്ല. സോ നിങ്ങൾ അവരോട് വർത്താനം പറയാറുണ്ടോ അവരുടെ ചെറുപ്പത്തിൽ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്നായി പെരുമാറുന്നില്ല, നിങ്ങൾ അവരുടെ ചെറുപ്പത്തിൽ അവരോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ? അത് നോക്കുക. ലവ് അൺകണ്ടീഷണലി, കണ്ടീഷൻസ് ഒന്നും ഇല്ലാണ്ട്, പരിധികളൊന്നും ഇല്ലാണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. സെൽഫ് കൺട്രോൾ, സെൽഫ് ലവ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഫാമിലി ബോണ്ടിങ് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബിയസ്ലി മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കും. അപ്പോൾ പെർഫെക്റ്റ് ഫാമിലി ഡേയിൽ എൻ്റെ വ്യൂസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരും ഫാമിലി ഒരുപാട് നല്ല സ്നേഹത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും സമാധാനത്തോടെയും ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് ഫാമിലി. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.